الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ഒരു ഖുതുബ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കുള്ളതാണ്. നമ്മുടെ മദ്രസയിലെ പൂക്കൾ എന്നറിയപ്പെടുന്ന, നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ, നിങ്ങൾ ചിരിക്കുമ്പോഴാണ് ലോകം ചിരിക്കുന്നത്. നിങ്ങൾ കരയുമ്പോഴൊക്കെയും ലോകം കരയുകയാണ് ചെയ്യാറുള്ളത്. ഇന്ന് നിങ്ങളോട് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ കുറിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരെ കുറിച്ച്. നിങ്ങളൊക്കെയും നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷിക്കുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ ഓരോ നിമിഷവും ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രാപ്പകൽ ഭേദമന്യേ പടച്ചതമ്പുരാന്റെ മുമ്പിൽ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ കുറേ കാലം കാത്തിരുന്ന് അവർക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും സമ്മാനവുമാണ് നിങ്ങൾ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യ. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഐശ്വര്യം. നിങ്ങൾ തന്നെയാണ് ഈ ലോകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവര് ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, അർദ്ധരാത്രി വരെ കഠിനാധ്വാനം ചെയ്യുന്നു, ക്ഷീണമെല്ലാം സഹിച്ച് അവർ പണിയെടുക്കുന്നു. എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് പുഞ്ചിരിയോടുകൂടി കടന്നു വരുന്നു. ഇതൊക്കെയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, നിങ്ങൾക്ക് പനി വരുമ്പോൾ, നിങ്ങളുടെ ശരീരം വിറക്കുമ്പോൾ അവരുടെ ഹൃദയം പിടയ്ക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നിങ്ങൾക്കെന്തെങ്കിലും പറ്റിയാൽ പടച്ചവനെ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്യാറുള്ളത്. ഞാൻ നിങ്ങൾക്ക് 2 പ്രവാചകന്മാരുടെ കഥ പറഞ്ഞു തരാം. ഒന്നാമത്തേത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, നിരന്തരമായി ക്ഷണിക്കുന്നുണ്ട്. അവരൊന്നും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനം സ്വീകരിക്കുന്നില്ല.
അങ്ങനെ അവസാനം ആ സമൂഹത്തിന് പ്രളയം വരുന്നുണ്ട്. പ്രളയം വരുന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെയുള്ള വിശ്വാസികളും കപ്പലിലാണ്. പക്ഷേ ആ പ്രളയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ കരളിൻ്റെ കഷ്ണമായ മകൻ മുങ്ങിത്താഴുന്നത് കാണുന്നുണ്ട്. ആ കാണുന്ന സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വേദനയോടുകൂടി, കണ്ണീരോടുകൂടി, നുറുങ്ങുന്ന ഹൃദയവുമായി സ്വന്തം മകനോട്, യാ ബുനയ്യ ഇർകബ് മഅന, എൻ്റെ പ്രിയപ്പെട്ട മോനെ, എൻ്റെ കരളിൻ്റെ കഷ്ണമേ, എൻ്റെ കുഞ്ഞു മോനെ, ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ നീ കയറിയാലും. പക്ഷെ ആ മകൻ കയറാൻ കൂട്ടാക്കുന്നില്ല. പ്രളയം ശക്തമാണ്. നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മളിങ്ങനെ മുങ്ങിത്താഴ്ന്നു നിൽക്കുന്ന സമയത്ത് കരയിൽ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ നിലവിളിക്കുകയാണ്. എൻ്റെ മോനെ, എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ കൈ പിടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു രംഗം. ആ രംഗമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ മകനും അവസാനമായി ലഭിക്കുന്നത്. എത്ര തന്നെ പറഞ്ഞിട്ടും മകൻ കേൾക്കുന്നില്ല. അങ്ങനെ മകനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ വഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ, ഒരു ശക്തമായ ഭീകരമായ തിരമാല കടന്നു വരികയും ആ മകനെ മുക്കിക്കളയുകയും ചെയ്യുന്നു. ഇത് ഒരു പ്രവാചകന്റെ അനുഭവമാണ്. ആ പ്രവാചകൻ തേങ്ങിക്കരയുകയാണ്. ആ പ്രവാചകന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് തൻ്റെ മകൻ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ താൻ പറഞ്ഞതനുസരിക്കാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇരയായി മുങ്ങിത്താഴുന്നത് കാണുക എന്നുള്ളതാണ്. ഉപ്പ അല്ലെങ്കിൽ ഉമ്മ വേദനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെയും ചെറിയ മക്കളാണ്. നിങ്ങൾക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ വാശികൾ ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ വേദനയ്ക്ക് മുമ്പിൽ, നിങ്ങളുടെ പരാജയത്തിന് മുമ്പിൽ, നിങ്ങളുടെ കണ്ണീരിന് മുമ്പിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ദുർബലരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ മക്കളോട് ആദ്യമായി പറയുവാനുള്ളത്, നിങ്ങളുടെ ഉപ്പയുടെ, നിങ്ങളുടെ ഉമ്മയുടെ വാക്കുകൾ എന്ന് പറയുന്നത് അത് നിങ്ങളെ പ്രളയത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, മുങ്ങിത്തായലുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കപ്പലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ കപ്പലിൽ നിങ്ങൾ കയറിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ മാതാപിതാക്കൾ പറയുമ്പോൾ, മാതാപിതാക്കൾ നിങ്ങളോട് കൽപ്പിക്കുമ്പോൾ, മാതാപിതാക്കൾ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുമ്പോൾ അത് സ്നേഹത്തോടു കൂടി അനുസരിക്കുകയും ഇത് ഞങ്ങളെ പ്രളയത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള കപ്പലാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക. രണ്ടാമത്തെ സംഭവം മറ്റൊരു പ്രവാചകന്റേതാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫ് ജനിക്കുന്നു. യൂസുഫിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്നാണ് സഹോദരന്മാര് പറയുന്നത്. യൂസുഫിനെ കാണാത്ത അന്നു മുതൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തേങ്ങിക്കരയുകയാണ്. നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ, ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരും മദ്രസയിൽ അല്ലെങ്കിൽ മദ്രസയിലെ ടീച്ചേഴ്സിൻ്റെ കൂടെ ടൂറിന് വന്ന ആളുകളാണ്. ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും, ഇടിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൂടെ ഉണ്ടാവേണ്ടുന്ന ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നഷ്ടപ്പെടുന്നത്. ഒരു പ്രവാചകനാണ്, മകനെയാണ് നഷ്ടപ്പെടുന്നത്. എന്നിട്ടും ആ പ്രവാചകൻ തേങ്ങിക്കരയുകയാണ്. കരഞ്ഞ് 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 യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കരച്ചിൽ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് ഖുർആൻ പറയുന്നത്. മകന് വേണ്ടി കരഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ എപ്പോഴും മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഉപ്പമാർ, നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് പോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷത്തോളം പ്രാർത്ഥിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു നേരത്തെ പറഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ചു കൊണ്ടുവന്നു.
വളരെ മനോഹരമായ നിമിഷം, സന്തോഷകരമായ വാർത്ത, ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽവസ്ത്രം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെയും നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണിലെ പ്രകാശമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങളുടെ കാലിടറിപ്പോയാൽ, നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം നേരത്തെ പറഞ്ഞ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചെത്തുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഭാര്യയെയും അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മാതാപിതാക്കളെ ഈജിപ്തിലെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മാതാക്കൾ സന്തോഷിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് പ്രവാചകനെയും ഭാര്യയെയും സന്തോഷിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെയും നിങ്ങളുടെ ഉപ്പയെയും നിങ്ങൾ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇരിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ വിജയിക്കുമ്പോൾ, നിങ്ങൾ സമൂഹത്തിൽ വിജയിയായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണു നിറയുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മാതാപിതാക്കൾ എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ചേർത്ത് പിടിക്കേണ്ടുന്ന ആളുകളാണ്. പ്രമുഖ താബിഈ പണ്ഡിതനായിരുന്ന ഇമാം ഇബ്നു സീരീൻ, അദ്ദേഹം സ്വന്തം ഉമ്മയോട് വീട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ സാധാരണ ഉണ്ടായിരുന്ന ഒരു ഫീല് എന്ന് പറയുന്നത്, രാജസന്നിധിയിൽ ചെന്ന്, കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് സംസാരിക്കുന്ന ഭവ്യതയിൽ, വിനയത്തിൽ ശബ്ദം താഴ്ത്തിയായിരുന്നു മാതാപിതാക്കളോട് ഇമാം ഇബ്നു സീരീൻ സംസാരിച്ചിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ കേട്ടിട്ടുള്ള സഹാബിയാണ്. എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ റഹിമക്കില്ലാഹു കമാ റബ്ബൈതനി സഗീറ, എപ്പോഴും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്നിറങ്ങുക. ഉമ്മക്ക് വേണ്ടിയിട്ട് പടച്ചവനോട് പറയും, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ, നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയിരുന്നത് പോലെ. എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, കുരുന്നുകളോട് എനിക്ക് പറയുവാനുള്ളത്, അല്ലാഹു കഴിഞ്ഞാൽ ഈ ആലം ദുനിയാവിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം. മാതാപിതാക്കളുടെ വാക്കുകൾ എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലാണ്. ആ കപ്പൽ ഒരിക്കലും നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ആ സമുദ്രത്തിൽ അല്ലെങ്കിൽ ആ പ്രളയത്തിൽ മുങ്ങി മരിച്ചതുപോലെ നിങ്ങൾ വഴിതെറ്റി വഴികേടിൽ മുങ്ങിപ്പിടയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കാണേണ്ടി വരും. രണ്ടാമതായി പറയുവാനുള്ളത്, നിങ്ങൾ നന്നായി പഠിക്കണം, നന്നായി വളരണം. സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷിക്കുന്നത് നിങ്ങൾ കാണണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മാതാപിതാക്കളെ ഈജിപ്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തിയതുപോലെ നിങ്ങളൊക്കെയും നിങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ, കുളിരിന്റെ, വിജയത്തിന്റെ, പ്രതാപത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അവസാനമായി പറയുവാനുള്ളത്, അബൂ ഹുറൈറ സ്വന്തം മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് പോലെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു നമസ്കാരവും നിങ്ങൾക്കുണ്ടാവരുത്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷവും നിങ്ങൾക്കുണ്ടാവരുത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഗുഫ്ർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പടച്ചവനെ, നീ എനിക്ക് പുറത്തു തരണമേ. പടച്ചവനെ, നീ എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഇല്ലാണ്ട്, പടച്ചവനെ നീ എന്നോട് കരുണ ചെയ്യണമേ, പടച്ചവനെ നീ നിന്റെ മാതാപിതാക്കളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസവും നിങ്ങൾക്കുണ്ടാവരുത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അവസാനമായി എനിക്ക് പറയുവാനുള്ളത്, സാക്ഷാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനമാണ്, യാ ഗുലാം,
എൻ്റെ മക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട കുരുന്നുകളോട്, പിഞ്ചു കുഞ്ഞുങ്ങളോട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ മദ്രസയിലെ വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയുവാനുള്ളത്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വചനങ്ങൾ അനുസരിച്ച് കൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആകെ പറയുവാനുള്ളത്, ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം, നിങ്ങൾ എവിടെയാണെങ്കിലും, മദ്രസയിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും, ഉപ്പയുടെ മുമ്പിലാണെങ്കിലും, ഉപ്പ ഇല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും, നിങ്ങൾ ഈ നാട് വിട്ട് ഇനി 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വേറെ ഏത് ക്യാമ്പസുകളിൽ ചെന്നാലും ഇഹ്ഫളില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയാണ് എങ്കിൽ യഹ്ഫളുക്, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. നിങ്ങൾ ഒരിക്കലും ഇഹലോകത്തും പരലോകത്തും മുഖം കുനിക്കേണ്ടി അല്ലെങ്കിൽ തല കുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങളെ ആലോചിച്ച് വേദനയോടുകൂടി, ഖേദത്തോടുകൂടി വിരൽ കടിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക്, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പോൾ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി, അങ്ങേയറ്റത്തെ വാത്സല്യത്തോടുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിന്റെ മാർഗത്തിൽ വളർന്നു വരുന്ന മക്കളായി ഇഹലോകത്തും പരലോകത്തും മാതാപിതാക്കൾക്ക് കൺകുളിർമയേകുന്ന മക്കളായി നമ്മെ എല്ലാവരെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അയ്യുഹൻ നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك المشركين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم كن لنا معينا في سفرنا وحضرنا وخليفة في أهلنا ومالنا وطمس على وجوه أعدائنا يا رب العالمين. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والعافية في ديننا ودنيانا. اللهم اعتق رقابنا ورقاب آبائنا وأبنائنا وأمهاتنا من الديون والمظالم والنار. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم اشف أمراضنا يا شافي الأمراض. اللهم اشف أمراض مرضانا يا شافي الأمراض. اللهم اشف أمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. قم الصلاة.